ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് അരച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട്. ഒരു സാധാ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ദോശ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നല്ല മയവും കിട്ടും. മിക്സിയിൽ അരയ്ക്കാം, ഞാൻ ആട്ടുകല്ലിൽ അരച്ച് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇത് ആട്ടുകല്ലിൽ അരച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് സന്തോഷമുള്ള ഒരു വർഷമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാളിലും നോക്കുമ്പോൾ ഈ വർഷം ഒരുപാട് സന്തോഷങ്ങളുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം യൂട്യൂബിലായാലും നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടാണ് വ്യൂസൊന്നും വരാറില്ല. പക്ഷേ നമ്മൾ 2023 ഒരു പകുതി കഴിഞ്ഞോടെ, പകുതി എന്ന് പറഞ്ഞൊരു 8 മാസം 9 മാസമൊക്കെ ആയ സമയം മുതൽ, നമ്മുടെ സെപ്റ്റംബറൊക്കെ ആയപ്പോൾ മുതൽ നമ്മുടെ വീഡിയോസൊക്കെ നന്നായിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ തുടങ്ങി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നന്നായിട്ട് കയറി. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. 2023 ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. 2023 തുടങ്ങിയ സമയത്ത് 2000 സബ്സ്ക്രൈബേഴ്സിലായിരുന്നു, 2000 ഫോളോവേഴ്സിലായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നത്. 2024 ആയപ്പോഴത്തേക്ക് അത് 2 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അംഗീകാരം പോലെയാണോ എനിക്ക് ആട്ടിക്കൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല. അതായിട്ട് ഞാനിങ്ങനെ പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു അംഗീകാരമാണോ അതോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമുക്ക് ഒട്ടൊരു എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിട്ട് നമ്മൾ ആദരിക്കാനായിട്ട് ഇന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സന്തോഷം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഒരു കാര്യത്തിനും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിൽ സ്പോർട്സിനുണ്ടായിരുന്നെങ്കിലും കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിനുണ്ടായിരുന്നില്ല. ഒരു കാര്യത്തിന് സ്റ്റേജിൽ കയറിയിട്ടുമില്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കുമ്പോഴൊക്കെ വല്ല തിരുവാതിരയ്ക്ക് ഏതെങ്കിലും കൂടെ കൂടിയോ തന്നെ ഉള്ളൂ, അല്ലാതെ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ചാനൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു പേരിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ആദരിക്കുക എന്നൊക്കെ അവർ പറഞ്ഞത്, അതൊക്കെ വലിയൊരു വാക്കാണ് കേട്ടോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു പ്രോത്സാഹനം പോലെ നമ്മളെ മാത്രമല്ല ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ അട്ടപ്പാടിയിൽ നിന്ന് ഇപ്പോൾ ഒരു വനസുന്ദരി ചിക്കൻ അതിൻ്റെ ഒരു പേരിൽ അത്യാവശ്യം നന്നായിട്ട് പോകുന്നൊരു ഫുഡ് മേളകളിലൊക്കെ പോകുന്ന ചേച്ചിമാരുണ്ട് കുറച്ച് പേര്. പിന്നെ മാധ്യമപ്രവർത്തകനായിട്ടുള്ളൊരു കാക്കയുണ്ട്. ആ 2-3 പേരെ എനിക്ക് അറിയുള്ളൂ കേട്ടോ. എനിക്ക് വേറെ അങ്ങനെ അറിയത്തില്ല ആരൊക്കെ ഉണ്ടെന്നുള്ളതും കറക്റ്റ് അറിയില്ല. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ്. അതിന് നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിന് പോകണം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത്. അട്ടപ്പാടിയിലുള്ള വ്യാപാര വ്യവസായികളെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. അപ്പം അതിന് മന്ത്രിയൊക്കെ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. സന്തോഷമാണോ അതോ മൊത്തത്തിലൊരു വിറയലാണോ എന്നറിയില്ല. എന്തായാലും നമുക്കൊരു 10-11 മണിയാകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഒരു അംഗീകാരമാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്കൊന്ന് നമ്മുടെ പരിപാടിക്ക് പോയിട്ട് വരാം. പക്ഷേ എന്താ പറയുക, നമ്മളങ്ങനെ ചെറിയ പരിപാടിക്ക് അങ്ങനെ ഒന്നിനും വിളിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഈ പ്രൊമോഷൻ പോലെ വല്ല ഷോപ്പിൻ്റെ പ്രൊമോഷൻ അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ, വല്ല ചെറിയ റിസോർട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻ അല്ലാതെ നമ്മളെ അംഗീകരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് കുഞ്ഞു പരിപാടിക്ക് പോലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് അട്ടപ്പാടിയിൽ ഫുള്ളായിട്ടുള്ളൊരു പരിപാടിക്ക് നമ്മളെ വിളിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സന്തോഷം ഉണ്ടാവുന്നപ്പോൾ ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്നാലും നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് രാവിലത്തെ പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം റെഡി ആയിട്ട് പോകാം കേട്ടോ. ആദ്യം നമുക്ക് ജീരകവും ഏലക്കയും കൂടി ഇതിലോട്ട് ഇടാം കേട്ടോ. കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ചതച്ച് കൊടുക്കാം. 2-3 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചതയ്ക്കുക. നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ചധികം വെള്ളം ഒഴിക്കണ്ടേ. ഇപ്പോൾ ഇത് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ട് നമുക്ക് നമ്മുടെ മാവും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അരയ്ക്കണം. ഒരുപാട് അങ്ങനെ അരച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇത്തിരി പാടാട്ടോ 2 കൈ കൊണ്ടുള്ള പരിപാടി. അമ്മയൊക്കെ നന്നായിട്ട് അരയ്ക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടൊന്ന് അരയ്ക്കാനായിട്ട് പോവുകയാണ്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കോരിയെടുക്കാവേ. ഇത് കോരിയെടുക്കുവാണേ. നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി നേരെ ഇത് കോരിയെടുത്തിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്.
ഇതപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ഫസ്റ്റത്തെ ദോശ ഇതാ ഒഴിച്ചു. ഇത് ആദ്യത്തെ ദോശ കേട്ടോ. ആദ്യത്തെ ദോശ ഇച്ചിരി പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ വാഴ കറയുടെ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. കുഴപ്പമില്ല, ഇനി അടുത്ത ദോശ ആകുമ്പോഴത്തേക്ക് അത് ഇവിടെ റെഡിയാവും. നമ്മുടെ വാഴ കൈ വെട്ടിയിട്ടല്ലേ നമ്മൾ എണ്ണ തേച്ചത്. ഇതിൻ്റെ ഒരു പ്രശ്നമാണ്, കുഴപ്പമില്ല. അത് ആദ്യത്തെ ആയിട്ടുണ്ട്. ഇതാ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുവാണേ. ഈ ദോശ നല്ല മയം ഉണ്ടാവും കേട്ടോ. തേങ്ങയൊക്കെ അരച്ചേക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കട്ടി കുറച്ച് പരത്തി കഴിയുമ്പോൾ ഒരു നല്ല മയം ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ദോശ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാവും കേട്ടോ. ഒരു ചെറിയ ഉള്ളിയും കൂടെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും കേട്ടോ ഈ ദോശയ്ക്ക്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് കേട്ടോ. ഇന്ന് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ സ്വെറ്റർ ഇടാണ്ട് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല, അത്ര തണുപ്പുണ്ട്. നമ്മുടെ പുൽക്കൂട് പൊളിക്കാനായിട്ട് പോവുക. ഇതേ മണി പ്ലാന്റ് വാടിയിട്ടുണ്ട്. പക്ഷേ താഴത്തെ മണി പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെള്ളത്തിലിട്ടത്, പിന്നെ ഒന്ന് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും എന്തോ അത് വാടിപ്പോയി. നമ്മുടെ പുൽക്കൂട്ടിൽ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് സാധനങ്ങൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ചെടി വെച്ചേക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ശരിക്കും അങ്ങോട്ട് കയറാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വിട്ടായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇതിലത്തെ ആടിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് പെറുക്കി നമുക്കൊന്ന് എടുത്തു വെക്കാം കേട്ടോ. ഞാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടി എടുത്തു വെക്കാനായിട്ട് പോവുകയാണ്. ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുൽക്കൂട് നമ്മൾ പൊളിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ കിടന്ന് ഉണങ്ങുക കേട്ടോ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ നല്ല പച്ച പുല്ലായിരുന്നില്ലേ, വലിയ ബലമൊന്നുമില്ല, എന്നാലും പുൽക്കൂടായിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി എടുത്ത് വെക്കാവേ. നമ്മൾ ഉണ്ണിയേശുവിനെ എടുത്തത് ആ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോരുത്തരായിട്ട് ഉള്ളിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ. എന്നാൽ നമുക്കിത് പേപ്പർ ഒഴിച്ച് പൊതിഞ്ഞിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. എവിടെയെങ്കിലും ആരും കയ്യെത്താത്തെടുത്തോ അല്ലെങ്കിൽ തട്ടിമുട്ടി പൊട്ടാതെ ഉള്ള എവിടെയെങ്കിലും വേണം കേട്ടോ എടുത്ത് വെക്കാനായിട്ട്. നമ്മുടെ പശുവും എല്ലാവരും എടുത്ത് വെക്കട്ടെ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാന്തലും കുഞ്ഞ് ലൈറ്റും ഇതൊക്കെ ഊരാനായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ചെടി എടുത്ത് നമ്മുടെ ചെടി വെക്കുന്ന സ്ഥലത്ത് തന്നെ വീടിനോട് ചേർന്ന് അവിടെ തന്നെ കൊണ്ടുവെക്കാം കേട്ടോ. ഉള്ളിയൊക്കെ പെറുക്കി വെച്ചു. ഇനി നമുക്കുണ്ടല്ലോ ഇതിത്തെ മണി പ്ലാന്റ് ഒക്കെ എടുത്ത് മാറ്റി കളയണം. പിന്നെ ഈ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് അതൊക്കെ നൂൽക്കമ്പി വെച്ച് കെട്ടി വെച്ചേക്കുന്നത്. മണി പ്ലാന്റ് എടുത്തിട്ട് എവിടെയെങ്കിലും നമ്മുടെ പറമ്പിലൊന്നും ഇടാതെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയണം കേട്ടോ. പറമ്പിലല്ല, ശരിക്കും ഉണക്കിയിട്ട് കളയാൻ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിൽ കിടന്ന് വളർന്നു കഴിഞ്ഞാൽ സകല മരത്തിലും എല്ലാത്തിലും ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് ആർത്ത് വളരും. പിന്നെ നമ്മുടെ പറമ്പിൽ കയറാൻ പോലും പറ്റാത്തൊരു പരുവാകട്ടെ. മണി പ്ലാന്റ് പറമ്പിലിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മണി പ്ലാന്റ് പറമ്പിൽ വരാതെ മാക്സിമം നോക്കാറുണ്ട്. ചില ചെടികളുണ്ട് കേട്ടോ അങ്ങനെ. പൂച്ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വള്ളിച്ചെടി ഇതൊക്കെ വളർത്തില്ലേ, അതൊക്കെ അങ്ങനെയാണ്. പറമ്പിലോട്ടൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണിൻ്റെയും നമ്മുടെ ഈ ഒരു ചിലപ്പോൾ ഇത് ഏതേലും രാജ്യത്തു നിന്നൊക്കെ വന്ന സാധനങ്ങളായിരിക്കും. ഇവിടെ ഭയങ്കരമായിട്ട് ആർത്ത് വളരും. മണി പ്ലാന്റ് അങ്ങനെ. അപ്പോൾ അത് മണി പ്ലാന്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒന്നെങ്കിൽ ഉണക്കാനിടണം. ഞങ്ങൾ മിക്കവാറും എന്താ പറയുക, ഇവിടെ കുറച്ചിപ്പം പാറപ്പൊടി കിട്ടില്ല, അതിൻ്റെ മുകളിലാട്ടോ ഇതിൻ്റെ ബാലൻസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടിടുക. ഇതെവിടെയെങ്കിലും ഉണക്കിയിട്ട് വേണം കളയാനായിട്ട്. അപ്പോൾ നമ്മളിനി ഇതാ ലൈറ്റ് ഓഫ് ആക്കാനായിട്ട് പോവുകയാണ്. ലൈറ്റും കൂടെ ഓഫാക്കി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം. വെറുതെ വയറൊന്നും കട്ട് ചെയ്ത് കളയണ്ടല്ലോ. കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്ന് എഴുന്നേൽപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല വീണ്ടും മഞ്ഞിറങ്ങി കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ മഞ്ഞിറങ്ങിയിട്ടുണ്ട് വീണ്ടും. അത് നമ്മുടെ ഇതിലിട്ട ലൈറ്റൊക്കെ ഒന്ന് ഊരിയെടുക്കുവാണേ. എവിടേക്കോ എങ്ങനെയൊക്കെയോ ചുറ്റിയിട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇങ്ങോട്ടോ ചുറ്റിയേക്കുന്നതെന്നൊന്നും മനസ്സിലാവണമെന്നില്ല. നല്ല നീളമുള്ള ലൈറ്റായിരുന്നു. ഓരോ ലൈറ്റും ഭയങ്കര അകലത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അഴിച്ചെടുക്കട്ടെ. നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല കിളികളുടെ സൗണ്ടും ഉണ്ട്. ഞാൻ നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പുറത്തുള്ള കാണുന്ന ആ പറമ്പില്ലേ, ആ മല,
അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ എത്രത്തോളം കോട ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ പുറത്ത് വന്ന് നിന്ന സമയത്തുള്ള മഞ്ഞിനെക്കാട്ടിലും മഞ്ഞ് ഒരുപാട് നന്നായിട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കാണുന്നതിനെക്കാട്ടിലും നമ്മുടെ തൊട്ടിപ്പുറത്ത് മലയിലോട്ട് വന്നാൽ നമ്മുടെ വീടിൻ്റെ അവിടെ മരങ്ങളും ബാക്കിൽ ഒരുപാടുള്ളതുകൊണ്ട് ശരിക്കും മഞ്ഞ് കാണില്ല. തൊട്ടിപ്പുറത്തുള്ള ആ മലയിൽ വന്നാണ് കേട്ടോ. ഇതുണ്ടോ ഫുള്ള് നല്ല മൂടിയിട്ടുണ്ട്. ഇന്നലെ ഒരു വൈകുന്നേരം ഒരു 4 മണി ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആ മലയിൽ നിന്ന് ഇങ്ങനെ കോട അവിടെ ഈ ഒരു സൈഡും ഫോറസ്റ്റാണ് കേട്ടോ. കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അവിടെ നിന്ന് ഇങ്ങനെ ആ കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നത് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. സൂര്യപ്രകാശം കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും മഞ്ഞിങ്ങനെ ഇറങ്ങി വന്നിട്ട് എത്രത്തോളം മഞ്ഞുണ്ടെന്ന് അപ്പത്തെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് സൂര്യനൊക്കെ അസ്തമിച്ച് എത്ര മഞ്ഞുണ്ടെന്നുള്ളത് മനസ്സിലാവില്ല. സൂര്യപ്രകാശം വരുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എത്ര മഞ്ഞുണ്ടെന്നുള്ളത്. എപ്പം മഴ പെയ്താലും നമുക്ക് മഞ്ഞിറങ്ങി വരിക ആ മലയിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്നാട്ടോ ഇങ്ങോട്ട് ഇങ്ങനെ വരിക. നമ്മുടെ വീടിൻ്റെ താഴത്തെ ആ ഒരു മല 2 മലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് വരും. കൂടുതലും അക്കരയിൽ നിന്നാട്ടോ വരിക. അത് നമുക്ക് കാണുമ്പോൾ ദൂരം ആയതുകൊണ്ട് അവിടെ മഞ്ഞ് വരുന്ന പോലെ തോന്നുന്നതാണോ എന്നറിയില്ല. കണ്ടപ്പോൾ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുമുണ്ട് രാവിലെ. ഞാനിപ്പോൾ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കിളികളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് സൂര്യപ്രകാശം, സൂര്യനിങ്ങനെ പയ്യെ ഉദിച്ച് വരണു, ഈ സൈഡിൽ കോട, പിന്നെ കിളികളുടെ സൗണ്ട്. നമുക്കിങ്ങനെ കുറച്ച് നേരം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. അത് വേറെ എവിടെ പോയാലും അങ്ങനെ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്കൊന്ന് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ കുറച്ച് നേരം വെറുതെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയൊരു പുൽക്കൂടായിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ കളിക്കുന്ന സമയത്തൊക്കെ വെറുതെ പുൽക്കൂട് പോലെയൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ ഇത്രയും നന്നായിട്ട് നല്ല രീതിയിൽ പുൽക്കൂട് ക്രിസ്മസിനായിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നത്. ഉണ്ണിയേശുവിനെ വെക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ നോക്കിയിട്ടല്ലേ കൂടുതലും ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നത്. ആ സമയത്ത് എല്ലാവരും ഉണ്ണിയേശുവിനെ വെക്കുന്നുണ്ട്, ഞാനും വെച്ചു. അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഉണ്ണിയേശുവിനെ നമ്മുടെ ക്രിസ്മസിൻ്റെ തലേദിവസം അല്ല, ആ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ വെക്കത്തുള്ളൂ എന്നുള്ള കാര്യം. ഉണ്ണിയേശു ജനിച്ച സമയത്താണ് വെക്കുക എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. എന്തായാലും നമ്മൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കി പുൽക്കൂട് നമ്മളിത് പൊളിക്കാനായിട്ട് പോകണം. സത്യം പറഞ്ഞെങ്കിൽ പൊളിക്കാനായിട്ട് തോന്നണമെന്നില്ല കേട്ടോ. എന്തോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടായിരുന്നു. നമ്മളെന്തായാലും കുറേ ഇങ്ങനെ ചെയ്തതല്ലേ, എന്നിട്ട് പൊളിച്ച് കളയാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. ലൈറ്റൊക്കെ അഴിച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി 2 ലൈറ്റും കൂടി ഉള്ളൂ, അത് വേഗം അഴിക്കാം. നമ്മൾ പുൽക്കൂടിനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടുമല്ലോ. അതൊന്നും വാങ്ങണ്ട, നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു പുൽക്കൂടായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഉണ്ണിയേശുവിനെ പോലും വാങ്ങണ്ടെന്ന് ശരിക്കും വിചാരിച്ചാൽ കേട്ടോ. നമുക്ക് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മൾ ആ സമയമായപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിപ്പോയി. ഉണ്ണിയേട്ടനായാലും കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉണ്ണിയേട്ടനാണല്ലോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ എനിക്കും കുറച്ച് തിരക്കായിട്ട് അങ്ങനെ നമുക്ക് ഉണ്ണിയേശുവിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. മണ്ണിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും നമ്മൾ വലിയ നക്ഷത്രം എന്തായാലും ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു. വലിയൊരു നക്ഷത്രം, എന്നെക്കാട്ടിലും ഹൈറ്റുള്ളൊരു നക്ഷത്രം ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ബാക്കി പറ്റുന്ന എല്ലാം ഇതിൽ യേശുവിനെ നമ്മൾ കുറച്ച് മണി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിയേക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പുല്ലുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പറമ്പിൽ നിന്ന് വെട്ടിയെടുത്ത മരവും പുല്ലും എല്ലാം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പുൽക്കൂടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു സംതൃപ്തി തോന്നുന്ന രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുക എപ്പോഴും. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിപ്പോൾ പൊളിക്കാനായിട്ട് പോവുകയാണ്. ലൈറ്റൊക്കെ ഊരിയെടുത്ത് ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടണം. ഇവിടെ ഇടണം കേട്ടോ, ഇങ്ങനെ ഇടണം.
വലിയ നീളം പലകകളായിരുന്നു ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുഞ്ഞ മാറിയിക്കട അവിടെ നിന്ന്. ഇതൊക്കെ മുറിച്ച് നമ്മുടെ മീൻകുളത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇതുപോലത്തെ 2 മരം പോലത്തെ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹൈറ്റ് വരും, നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ മീൻകുളത്തിൻ്റെ അടുത്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവച്ച ഒരു ചെടിയായിരുന്നു. അതിൻ്റെ ചെറുതും ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ഒരു വിഷമുള്ള ഒരു ചെടിയാണ്. 2-3 ദിവസം മുന്നേ ആട്ടോ ഞാൻ ശരിക്കും ഒരു ന്യൂസിൽ കണ്ടപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. ഒരു 3-4 ദിവസമായിട്ടുണ്ടാവും. പശു അങ്ങോട്ട് ഇതിൻ്റെ ഇല കടിച്ചിട്ട് നൊരയും പതയും വായിന്ന് വന്നിട്ട് എന്താ പറയുക, പശു ഭയങ്കര ബുദ്ധിമുട്ടായി. മനുഷ്യന്മാർ കഴിച്ച 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പോയിസണുള്ള ഒരു ചെടിയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ചെടി ഇവിടുന്ന് പറിച്ച് കളയാനായിട്ട് പോകാൻ കേട്ടോ. അത് കഴിഞ്ഞ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് ഒരു 3-4 ദിവസം മുന്നേ ആണ് കേട്ടോ. അതുപോലെ അറിയാത്തവരാരേലൊക്കെ ഇതേപോലെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വെക്കാതിരിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് വീടുകളിൽ ചെടി കണ്ടിട്ടുണ്ട്, അപ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരിത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും. പറിച്ച് കളയുന്ന സമയത്ത് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പുറകിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പുൽക്കൂട് പൊളിച്ച് കളഞ്ഞിട്ട് അത് പൊളിച്ച് കത്തിക്കുന്ന സമയത്ത് ഇതും കൂടെ കൂടെയിട്ട് കൊണ്ടുപോയി കത്തിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കൊണ്ട് കത്തിക്കാനായിട്ട് പോവുകയാണ്. നല്ലതായിട്ട് വേരിറങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള വലിയ വേരാണ് അടിയിലോട്ട് കേട്ടോ. ഇതാണ് ചെടി. അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുപോയി താഴെ പറമ്പിൽ കൊണ്ടിട്ട് കത്തിക്കാവേ. അപ്പോൾ നമ്മുടെ ചെടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഈ നമ്മുടെ പുൽക്കൂടിൻ്റെ ഓല കൊണ്ടിട്ടില്ല, അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ചെടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കത്തി പൊക്കോട്ടെ. അത് അടിയിൽ തീ കത്തിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പുൽക്കൂടും നമ്മുടെ വിഷച്ചെടി എല്ലാം കൂടെ കത്തിക്കട്ടെ. വിഷച്ചെടിയുടെ എന്തോ പേരുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തോ സർപ്പപ്പോളയോ അങ്ങനെ എങ്ങാണ്ടാട്ടോ അതിൻ്റെ പേര്. നമ്മൾ കുറേ ചട്ടിയിലൊക്കെ ആക്കി ആ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സർപ്പപ്പോള ഞങ്ങളുടെ ആ ചെടീനെ പറയുന്നത്. അപ്പോൾ ആ ചെടി ഫുള്ള് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പച്ചപ്പുല്ലാണ്, കത്തി വരുന്നേ ഉള്ളൂ. അതും കൂടെ വാടിപ്പൊക്കോട്ടെ. അപ്പോൾ പിന്നെ അത് എവിടെയും പിടിച്ച് വരത്തില്ലല്ലോ, അല്ലെങ്കിൽ അത് എവിടെ കിടന്നാലും വളർന്നു വരും. എടുത്താ രാവിലെ ഈ തണുപ്പത്തെ തീയൊക്കെ ഒന്ന് കൂട്ടി തീ കഴിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല ഫീലാണ് ഈ തണുപ്പുള്ള സമയത്ത് കേട്ടോ. രാവിലെ തീ കത്തിച്ച് ഇങ്ങനെ വെറുതെ അതൊക്കെ ഇങ്ങനെ ഇളക്കിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് പേര് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴി സ്കൂളിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ചേട്ടന്മാരൊക്കെ കൂടി വെറുതെ ഒരു കടയിലൊക്കെ വരുന്നവർ തീയൊക്കെ അങ്ങനെ കൂട്ടി തീയൊക്കെ കാഞ്ഞിരിക്കുമായിരുന്നു നല്ല തണുപ്പുള്ള സമയങ്ങളിൽ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. വെറുതെ നല്ലൊരു വൈബാണ്. കുഞ്ഞ് സെറ്ററൊന്നും ഇടാണ്ട് നടക്കണം, ആൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ തീയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്നു. പിന്നെ ഇപ്പോൾ അത് മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഒന്ന് ഇളക്കി വിടണം ഇനി. എന്തായാലും ഇപ്പം ഇനി പോയിട്ട് വേഗം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ദോശ കഴിക്കാനായിട്ട് പോവാട്ടോ. നമുക്ക് കഴിച്ചിട്ടേ നേരെ പോയിട്ട് ചൂല് കെട്ടാനുള്ള ഒരു മരത്തിൻ്റെ തോലിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് കേട്ടോ. തോല് തന്നെയാണ് എടുക്കുന്നത്, എന്നാൽ കട്ടിയുള്ള തോലല്ല, ഉള്ളിലൊരു കുറച്ച് നാര് പോലത്തെ ഇത്തിരി കട്ടിയുള്ളൊരു തോലുണ്ട്. പണ്ട് കാലത്തൊക്കെ ചൂല് കെട്ടാനായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാരായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് പൊട്ടി പോകത്തൊന്നുമില്ല, നല്ല ബലമുള്ളതാണ്. നമ്മുടെ തോടിനോട് ചേർന്ന് തന്നെ ആ ഒരു മരം നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു മരം വെട്ടിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇതാ നമ്മുടെ ഈ കുറച്ച് വള്ളി കാടും ഇവിടെ ഇച്ചിരി മണ്ണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള മണ്ണാട്ടോ. അങ്ങനെ വെച്ചാൽ ഈ മഴയൊക്കെ പെയ്താൽ നിരങ്ങി വരുന്ന സൈസ് മണ്ണാട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നിരങ്ങിയൊക്കെ വന്ന് കിടന്ന് കുറേ മരമൊക്കെ കൂടി അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഇതിന് ഞാൻ ഈ നമ്മുടെ ഇപ്പുറത്തെ സൈഡൊക്കെ ഫുള്ള് അങ്ങനെയുള്ള മരങ്ങളാണ്. അപ്പോൾ ഈ മുരുത്തോൻ എന്നങ്ങാണ്ടോ ഈ മരത്തിന് പറയുന്ന പേര്. ഓരോ സ്ഥലത്തും വേറെ വേറെ പേരുകളായിരിക്കും. ഇതിൻ്റെ ഇല ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഷേപ്പുള്ള ഇലയാണ്. പിന്നെ വലിയ ബലമുള്ള മരമല്ല കേട്ടോ. 2 വെട്ട് വെട്ടിയപ്പോഴത്തേക്കും മരം താഴെ വീണു. ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ഒരു ഇല ഉണ്ടാവുക. ഇതേപോലത്തെ ഒരുപാട് കാട്ടുചെടികളുണ്ട്, പക്ഷേ ഈ ഒരു മരം അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു മരമല്ല കേട്ടോ. എന്നാലും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാനങ്ങനെ നോക്കിയിട്ട് വേറെ സ്ഥലങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. അമ്മയാണ് എനിക്ക് മരം കാണിച്ചു തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോഴിങ്ങനെ മരം വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് എന്താ
അത്യാവശ്യം നല്ല നീളത്തിലുള്ള മരമാണ്. അങ്ങനെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നീളത്തിലുള്ള വള്ളി കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുപോലും ഒരു കഷ്ണം പോലും മുറിച്ചില്ല. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാൽ പെട്ടെന്ന് മുറിയുകയും ചെയ്തായിരുന്നു. ഈ വലുപ്പത്തിനനുസരിച്ചുള്ളൊരു വെയിറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ മരം. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കണം കേട്ടോ. പൊളിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കെട്ടാനുള്ള വള്ളി എടുക്കാനായിട്ട്. നമുക്ക് ഈ മരത്തിൻ്റെ 2 ശിഖരങ്ങളായിട്ട് പോയേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിന് പൊളിച്ചെടുക്കാം. നമുക്ക് വള്ളിയായിട്ട് ഇത് എടുക്കണം. അപ്പോഴാണ് ചൂല് കെട്ടാനായിട്ട് എത്ര നീളത്തിൽ കിട്ടുമോ അത്രയും നീളത്തിൽ, മാക്സിമം നീളത്തിൽ എടുക്കണം. നിൽക്കട അച്ഛൻ പൊളിക്കട്ടെ. അച്ഛനോട് പൊളിക്കണമൊക്കെ എങ്ങനെയാണ്. ഇതിപ്പോൾ അമ്മ ഒന്ന് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 എണ്ണം പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാടൊന്നും വേണ്ടി വരില്ല. ഒരു നല്ലത് കിട്ടുവാണെങ്കിൽ, ഒന്ന് അത്യാവശ്യം വീതിയായിട്ടൊന്ന് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഒടിച്ചിട്ട് ഇതിൻ്റെ പുറമേയുള്ള തോല് പൊളിച്ച് കളയാം കേട്ടോ. ഉള്ളിലത്തെ നാരുള്ള കൊണ്ടാണ് ഇതിന് കൂടുതൽ കട്ടി നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഇതേപോലെ ഇരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു നാരാണ് കേട്ടോ. നല്ല കട്ടിയുള്ള നാരായതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുക്കുന്നത്. ഇതേപോലെ അങ്ങ് ഇരിഞ്ഞെടുത്താൽ മതിയേ. അപ്പം നമുക്ക് നല്ല നീളത്തിൽ കിട്ടും. നല്ല നീളമുള്ള മരമാട്ടോ ഞാൻ കൊണ്ടുവന്നതും, ഒട്ടും കളയാതെ കൊണ്ടുവന്നത് കേട്ടോ. ഇത് തലഭാഗം പോലും വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ചൂല് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉണക്കിയെടുത്ത് നമ്മുടെ ചിറ്റീന്തിൻ്റെ നമ്മുടെ വാല് ഭാഗമില്ലേ, നമ്മൾ അടിച്ചു വരുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗം ഏകദേശം ഒരേ ഒപ്പമാക്കിയിട്ട് മോൾ ഭാഗം ഒടിച്ച് കളയണം കേട്ടോ. ഒരേ ഒപ്പത്തിന് വെച്ചിട്ട് നീളം ഒരേപോലെ ആക്കിയിട്ട് മോൾ ഭാഗത്ത് അധികം ഉണ്ടെങ്കിൽ മോൾ ഭാഗമാണ് ഒടിച്ച് കളയുക. അടിഭാഗം കളയാനായിട്ട് പറ്റില്ല. അടിഭാഗമല്ല നമ്മുടെ ചൂലിന് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു 10-25 ഓല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചൂലിനുള്ളത് കിട്ടും കേട്ടോ. 50 ആണെന്നുണ്ടെങ്കിൽ 2 ചൂലിനുള്ളത് കിട്ടും. 2 എണ്ണത്തിനുള്ള ആട്ടം നമ്മൾ കൊണ്ടുവന്നേ. ഇവിടെയൊക്കെയുള്ള ചേച്ചിമാർ ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ ഒരു കെട്ടൊക്കെ കൊണ്ടുവരും കേട്ടോ. പിന്നെ അവർക്ക് കുറേ നാളത്തേക്ക് പിന്നെ നോക്കണ്ട. നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു കയറെടുത്തിട്ട്, വള്ളി എടുത്തിട്ട് ഒരു കെട്ട് കെട്ടിയിട്ട് പിന്നെ ഓരോ ചൂലിൻ്റെയും ഇതേപോലത്തെ ഒരു ഓലയില്ലേ, അതിങ്ങനെ ഈ ഒരു വള്ളിയിലോട്ട് കൊളുത്തി വെച്ച് കൊടുത്തോട്ട് എന്നിട്ട് എല്ലാം ഒരേ ലെവലിലാക്കിയിട്ട് ഇനി അതൊന്ന് ചുരുട്ടുക കേട്ടോ. എല്ലാം കോർത്ത് വെച്ചേക്കുക കേട്ടോ. കോർത്ത് വെച്ചതെല്ലാം കൂടി ചുരുട്ടുകയാണ്. അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ള ചേച്ചിമാർ കെട്ടുന്നത് വേറെ വ്യത്യാസമുണ്ട്. അമ്മയൊക്കെ പണ്ട് കെട്ടിക്കൊണ്ടിരുന്ന രീതിയിലാണ് കേട്ടോ. എന്നിട്ട് അത് ചുറ്റി എടുക്കുമ്പോഴും ഓരോ ഓലയുടെയും അതിൽ നിന്ന് ആ കുഞ്ഞോലയില്ലേ അതെടുത്ത് ഇങ്ങനെ മുകളിൽ കൂടെ ഇപ്പുറത്തോട്ട് ഇട്ടു കേട്ടോ. അത് നല്ല പിടുത്തം കിട്ടാനും ഇതെന്നാ നമ്മുടെ ചൂലിൻ്റെ ഓല ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അമ്മയൊക്കെ പണ്ട് കെട്ടിക്കൊണ്ടിരുന്ന രീതിയിലാണ് കേട്ടോ കെട്ടി കാണിച്ചിരുന്നത്. ഞാൻ ഇതുവരെ കെട്ടിയിട്ടില്ല. അമ്മ കെട്ടി തന്നിട്ടുള്ളത് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെയുണ്ട്, കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ഇനി ലാസ്റ്റ് അവസാനത്തെ ഒരു കെട്ടാനായിട്ട് പോകട്ടോ, മുറുക്കി കെട്ടാനായിട്ട് പോവാം. പിന്നെ നമ്മുടെ ഈ ഒരു വള്ളി എടുത്തിട്ട് നമ്മളൊന്ന് ഉണക്കിയിട്ട് കെട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പച്ചയോട് കെട്ടുമ്പോൾ ഒരു വഴുവഴാന്നുണ്ട്. എന്നാലും അമ്മ കെട്ടി തന്നു കേട്ടോ. നമ്മളിപ്പോൾ വെട്ടിക്കൊണ്ട് വന്നല്ലേ ഉള്ളൂ, എന്നാലും അമ്മ അപ്പം തന്നെ കെട്ടി തന്നു. ശരിക്കും നമ്മളിങ്ങനെ കെട്ടുമ്പോൾ ഒന്ന് ഉണക്കണം. ഉണക്കിയാൽ പിടിച്ച് വലിക്കുമ്പോൾ നല്ല ബലത്തിൽ നിൽക്കത്തുള്ളൂ. ഇതവർ തെന്നലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അപ്പം തന്നെ കെട്ടി തന്നു. ഇത് അവസാനം ഇങ്ങനെ കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ല. എനിക്ക് ചൂല് കണ്ട ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ ചൂലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ചൂലുണ്ടാക്കുക വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം ഉള്ളോട്ട് മടക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ചൂലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു പിഞ്ഞ പോലെ ഒരു പ്രത്യേക ഭംഗിയാണ്. കെട്ട് കാണാനായിട്ടൊരു ഭംഗിയാണ്. ഒരു ഓല ഇങ്ങനെ പുറത്തെടുത്തിട്ട് കെട്ടും. ആ ചൂല് നല്ല പിടിക്കാനൊന്നും കുഴപ്പമില്ല. നമുക്കിപ്പോൾ സാധാരണ വരുമ്പോൾ വെച്ചാൽ ഇവിടെ നല്ല വണ്ണമായിരിക്കും. അപ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒതുങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചൂലിനൊക്കെ നമുക്ക് പിടിച്ചടിക്കാനായിട്ട് കയ്യിൽ ഒതുങ്ങുന്ന ചൂലായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ചൂല്. ഇത്രയും നമുക്ക് വെട്ടിക്കൊണ്ടുവരലും ഉണക്കാനിടുന്ന പണികൾ. പിന്നെ നമുക്ക് ചൂല് വെട്ടിയെടുക്കാനും നമുക്ക് കുറേ നാളത്തേക്ക് ചൂല് അടിച്ചു വരാനുള്ള കിട്ടും. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഈ ഊരിലൊക്കെയുള്ള ചേച്ചിമാരൊക്കെ ചിലപ്പോൾ കുറേ ഓല ഒരു കെട്ട് ഓലയൊക്കെ കൊണ്ട് ഒരു 3-4 ചൂലിനുള്ള ഓലയൊക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ അവർ കുറേ നാളത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ, ചൂലായില്ലേ. പിഞ്ച് ഓലയും അതുപോലെ തന്നെ നല്ല കളറുള്ള ഓലയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഒരു ചൂല് കാണാൻ ഭംഗി ഉണ്ടാവുക. പിഞ്ച് ഓല എന്ന് പറയുമ്പോൾ അതിന് പിന്നെ വേറെ കരിമ്പൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ചൂല് ഉണങ്ങിയിട്ടുണ്ടാവണം.
അപ്പോൾ നമ്മൾ ചൂലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം ചെല്ലാനായിട്ട് പറഞ്ഞോട്ട് സമയം വൈകിയത്. നമ്മുടെ സമയം പറഞ്ഞിരുന്നത് 11:30 ആകുമ്പോഴത്തേക്കാണ്, 10 മണി 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ അട്ടപ്പാടിയിൽ കോടതി വരികയാണ്. ഒരുപാട് നാളത്തെ എല്ലാവരും ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു താലൂക്കാക്കണം അട്ടപ്പാടി. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് മണ്ണാർക്കാട് വരെ പോകണമായിരുന്നു കേട്ടോ, ചുരമൊക്കെ ഇറങ്ങി പോകണമായിരുന്നു. അപ്പോൾ അട്ടപ്പാടിയിലൊരു താലൂക്ക് വേണമെന്ന് ഭയങ്കര എല്ലാവർക്കും ഒരുപാട് നാളത്തെ പ്രയത്നമൊക്കെ കൊണ്ട് ട്രൈബൽ താലൂക്കാക്കി അട്ടപ്പാടി. ഇപ്പോൾ ഒരു കോടതിയും കൂടെ വരികയാണ്, അതിൻ്റെ ഉദ്ഘാടനത്താണ് മന്ത്രി വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന സമയം 11 മണി 11:30 ആകുമ്പോൾ വരാനാണ്. പക്ഷെ അത് അതിൻ്റെ സമയമായിരുന്നു കേട്ടോ. നമ്മുടെ പരിപാടി തുടങ്ങുന്നത് 10 മണിക്കാണ്. അപ്പോൾ വേഗം റെഡിയാക്കി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പള്ളിയറയിൽ നിന്ന് അമ്മയും അച്ഛനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെയും കൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾ നല്ല കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞിനെയും റെഡിയാക്കിയിട്ട് കുഞ്ഞിനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കുളിച്ചിട്ട് ഓടിച്ച് സമയം പോയിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ പോയിട്ട് എന്നാൽ ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റെഡിയായിട്ട് ഗുളിക്കട എത്തി. അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോഗ്രാം നമ്മളവിടെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങാൻ. പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം ആദരവ് ഏറ്റുവാങ്ങുവാൻ എത്തിയിട്ടുള്ള നമ്മുടെ വിശിഷ്ട അതിഥികൾ നമ്മളോട് 2-3 വാക്കുകൾ സംസാരിക്കും. അവരുടെ പ്രൊഫഷനെ കുറിച്ചും അവരെ എന്തുകൊണ്ടാണ് നമ്മൾ ആദരിക്കുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. ഇന്ന് അട്ടപ്പാടിയിൽ കോടതിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് മന്ത്രി ഇത്തിരി ലേറ്റ് ആയി. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക കേട്ടോ, നമ്മുടെ കോടതിയുടെ ഉദ്ഘാടനത്തിനായിട്ട് പോയിരിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മന്ത്രി വന്നു കഴിഞ്ഞിട്ടായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മന്ത്രിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യം നമ്മളെ പറ്റിയൊക്കെ ഒന്ന് സ്റ്റേജിൽ കയറി പറയാം. നമ്മളെന്താ ചെയ്യുന്നത്, എല്ലാവർക്കും നമ്മളെ പറ്റി അറിയണമെന്നില്ലല്ലോ. അത് കുഞ്ഞമ്മയുടെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്നെ വിളിക്കും കേട്ടോ. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. 4.5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലിന് ഉടമയാണ് ശരണ്യ. അതുകൂടാതെ അട്ടപ്പാടിയിൽ തന്നെ ആദ്യമായി സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ച ശരണ്യ ഏറ്റവും സ്നേഹത്തോടെ തന്നെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സ്റ്റേജിൽ കയറുന്നത്. എല്ലാം പരിചയമുള്ള മുഖങ്ങളാണ്. അച്ഛൻ, അമ്മ, മാമൻ, പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചർ, സജ്ജ ടീച്ചർ, എല്ലാവരും എന്നും കാണുന്ന മുഖങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്. എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് വിളിക്കുന്നതും ഇങ്ങനെയൊരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നതും. അപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനും ഉണ്ട്. എങ്ങനെയാണ് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. +2 വരെ ഞാൻ പഠിച്ചത് അഗളിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോയി ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സ് ചെയ്യാനായിട്ട്. ആ സമയത്ത് സീനിയേഴ്സ് എല്ലാവരും കൂടെ എനിക്കൊരു പേരിട്ട് തന്നു. അട്ടപ്പാടി എന്നായിരുന്നു എൻ്റെ പേര്. എന്ത് പറഞ്ഞാലും നീ അട്ടപ്പാടിക്കാരിയല്ലേ, അല്ലെങ്കിൽ നീ അട്ടപ്പാടിയല്ലേ, ഇങ്ങനെയായിരുന്നു ഇവിടെ എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പയ്യെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തേതായ എന്തെങ്കിലും രീതിയിൽ തന്നെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷെ നമുക്കങ്ങനെ എങ്ങനെ വീഡിയോ എടുക്കണ്ടേ, എഡിറ്റ് ചെയ്യണ്ടേ, അപ്ലോഡ് ചെയ്യണ്ടേ, ഒരു കാര്യങ്ങളും അറിയില്ല. ചോദിക്കാനായിട്ട് ആരും ഇവിടെ ചെയ്യുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്യൂട്ടി, ഫാഷൻ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റുകൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു കണ്ടന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ ഒരു കണ്ടന്റാണ് ഞാൻ ആദ്യം തുടങ്ങിയതും. ബ്യൂട്ടി, ഫാഷനൊക്കെ ആയിട്ട് തുടങ്ങി. ചെറിയ രീതിയിൽ മേക്കപ്പ്, ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇതിനങ്ങനെ കുറച്ചങ്ങ് മുന്നോട്ട് പോയി തുടങ്ങിയ സമയത്ത് ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ല. ഞാൻ ഒരു മൈക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല. എനിക്ക് നേരെ കൊണ്ട് സംസാരിക്കാൻ അറിയില്ല, അത് എനിക്കും അറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഉള്ള കോൺഫിഡൻസ് എടുത്തിട്ട് ഞാനങ്ങ് സംസാരിച്ച് തുടങ്ങി. കുറച്ചങ്ങ് പോയി എൻ്റേതായ രീതിയിലുള്ള ചെറിയ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അതിലോട്ട് കൊണ്ടുവന്ന് തുടങ്ങി. അത് ഹെയർ കെയർ പോലത്തെ നമ്മുടെ എന്തെങ്കിലും ചെമ്പരത്തിയില ഇങ്ങനത്തെയൊക്കെ ആയിട്ട് കുറേശ്ശെ കൊണ്ടുവന്ന് തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ കുക്കിങ്ങും അതിലോട്ട് ഞാൻ കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഞാൻ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതുകഴിഞ്ഞ് ഓരോ കടയിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ എന്തിട്ട വീഡിയോ ആണ്, എത്ര മിനിറ്റിലായിട്ടേ എന്നുള്ളത് കറക്റ്റ് അവർ നോട്ട് ചെയ്തിട്ട് എന്നോട് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. സിൽവർ പ്ലേ ബട്ടൺ അർഹയുമായ ആധുനിക 2024 മികച്ച ബ്ലോഗ് ശ്രീമതി ശരണ്യ സഹദേവന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എങ്ങനെ ചാനൽ തുടങ്ങിയത്, ചാനൽ എങ്ങനെയാണെന്ന് മുന്നോട്ട് വന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ഒന്നും നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളേ. ഇപ്പം സംസാരിക്കുന്നത് എൻ്റെ മാമനാണ് കേട്ടോ. മാമനുണ്ടായിരുന്നു കേട്ടോ ഒരു അവാർഡ്. ആദ്യത്തെ അനുഭവമായിരിക്കും. എൻ്റെ പെങ്ങളുടെ മകളാണ് ശരണ്യ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ വ്യാപാരി വ്യവസായികൾ തിരഞ്ഞെടുത്തതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ നടന്നു ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഭയങ്കര ഒരു സപ്പോർട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അധ്യാപികയായിട്ടാണ് എൻ്റെ സേവനം തുടങ്ങിയത്.
ഇതെന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു കേട്ടോ. എന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ടീച്ചർക്കും ഉണ്ടായിരുന്ന ഒരു അവാർഡ്. പിന്നെ ഒരുപാട് പേർക്കുണ്ടായിരുന്നു, നമുക്ക് എല്ലാവരും എടുക്കാനായിട്ട് പറ്റിയില്ല. അട്ടപ്പാടിയിനൊന്ന് പുറം ലോകത്തോട്ട് എത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ കുറച്ച് പേരെയൊക്കെ നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്ത് നമ്മളെ സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഒരു നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ചേട്ടനും അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ 3 മക്കളെയും ചേട്ടൻ MBBS പഠിക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. ചേട്ടൻ ഒരു കർഷകനാണ്. അപ്പോൾ ചേട്ടന് പറ്റുന്ന പോലെ അങ്ങനെ 3 പേരെ MBBS പഠിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ ആ ചേട്ടനുണ്ടായിരുന്നു കേട്ടോ ഒരു അവാർഡ്. നമ്മൾ മന്ത്രി വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടി, അട്ടപ്പാടിയിലെ അഗളിയിലെ വ്യാപാരികൾക്ക് വേണ്ടി, ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി, ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടി അദ്ദേഹത്തെ സാദരം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നുകൊണ്ട് പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ ഇന്ന് നടത്തുന്ന പരിപാടി നമ്മുടെ നറുക്കെടുപ്പും അട്ടപ്പാടിയിലെ പ്രാദേശികമായി കഴിവ് തെളിയിച്ച 11 വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങുമാണ്. അത് അദ്ദേഹം നിർവഹിക്കും. അദ്ദേഹത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഷാളണിയിക്കുവാൻ ഏകോപന സമിതിയുടെ അഗളി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീമതി ശരണ്യ സഹദേവൻ മികച്ച ബ്ലോഗ് അവാർഡ്. മികച്ച ഷോർട്ട് ഫിലിം സിറി അഗളി. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ. മന്ത്രിയാണ് നമുക്ക് തന്നിരുന്നത്. അപ്പോൾ മന്ത്രി വരാനായിട്ട് കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ മൊമെൻ്റ് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തരാമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അടുത്ത സമയത്തൊന്നും കിട്ടുന്നുള്ളത്. ഇതാ ഒരു മൊമെൻ്റ് കിട്ടി, നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളിത് അതൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വന്നു. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറണം. എന്നിട്ട് നമുക്ക് നേരെ ഇനി നമ്മുടെ ഉത്സവത്തിന് പോകണ്ടേ, ഉത്സവത്തിന് പോകാട്ടോ. ഞങ്ങളപ്പോൾ നേരെ പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഷാളൊക്കെ ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. കുഞ്ഞിനെയും കൂടി ഇച്ചിരി പാടായിരിക്കും. ഇനിയൊരു അംഗമായിരിക്കും കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കുഞ്ഞ് വഴക്കുണ്ടാക്കും, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ട്. ഉണ്ടാക്കേണ്ട കുട്ടികളൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമുക്ക് പ്രശ്നമല്ല. എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊക്കെ നോക്കാം. പിന്നെ അവിടെ നിന്ന് എന്താ താലപ്പൊലിയൊക്കെ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഈ ഒരു അട്ടപ്പാടി മേഖലയിലുള്ള തുടിമേളവും പിന്നെ ശിങ്കാരിമേളവും പിന്നെ തായമ്പൊക്കെ ഉണ്ട്. എന്തെങ്കിലും പരിപാടികളുണ്ട്. അപ്പോൾ പോയി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളിനി നേരെ പോകട്ടോ. ഒരുപാട് സന്തോഷമായിട്ട് കിട്ടിയപ്പോൾ. എനിക്കും മാമനുണ്ടായിരുന്നു, എൻ്റെ മാമനുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കണ്ടില്ലായിരുന്നു നിങ്ങൾ. അപ്പോൾ എന്തായാലും നീ റെഡി ആയിട്ട് പോട്ടെ. ഇതാ നമ്മൾ റെഡി ആയിട്ട് ഉത്സവപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് അധികം തിരക്കൊന്നുമില്ല. ഈ സമയത്ത് അങ്ങനെ തിരക്കുണ്ടാവില്ല കേട്ടോ. നമ്മുടെ എഴുന്നള്ളത്ത് ആനയും ബാക്കി നമ്മുടെ ഇതൊക്കെ വരുമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കാട്ടോ ഭയങ്കര തിരക്കാവുക. അപ്പം ഞങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് തിരക്കില്ലാത്ത സമയത്ത്. കോഴിക്കോട് വന്ന് അവിടെ നിങ്ങോട്ട് സംഭവം സാർ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? അയ്യപ്പാസിന് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അയ്യപ്പാസിന് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് പോയി നോക്കണോ? ഓ നോക്കിക്കോളൂ. ധൈര്യമായിട്ട് ഈ പൂരപ്പറമ്പിൽ ഏത് കടയിൽ വേണമെങ്കിലും കയറിക്കോ. ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്താ കുഞ്ഞിടയ്ക്ക് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കോളിഫ്ലവർ വാങ്ങി, കുലുക്കിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാഷൻ ഫ്രൂട്ടിൻ്റെ കുലുക്കിയായിരുന്നു എടുത്ത്. അവർ ബൂസ്റ്റ് കുലുക്കി എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടത് പാഷൻ ഫ്രൂട്ട് ആട്ടോ. എനിക്ക് നോർമൽ കുലുക്കിയാണ് ഇഷ്ടം. ഇങ്ങനെ ഫ്ലേവർ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇല്ലേ, അതില്ലാത്ത കുലുക്കിയാട്ടോ എനിക്കിഷ്ടം. ഒന്നുമില്ലാതെ വെറുതെ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവറിനൊക്കെ. നമ്മളൊന്ന് കുടിച്ച് തിരിച്ച് കുടിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞു എഴുന്നള്ളത്ത് വരുന്നുണ്ട്, വേഗം വരാൻ പറഞ്ഞു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് താനയും ബാക്കി ഓരോ സംഭവങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു.
പിന്നെ തിരക്കാരനൊന്നും വാങ്ങാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. പിന്നെ കുഞ്ഞാണെങ്കിലും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നല്ലോ. മാല വേണം, കമ്മൽ വേണം, ലിപ്സ്റ്റിക്ക് വേണം, നെയിൽ പോളിഷ് വേണം, വേണ്ടാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കളിക്കാനുള്ള സാധനങ്ങളും വേണം, പിന്നെ മൈലാഞ്ചി വേണം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര സന്തോഷത്തിലിരുന്നായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് ചോദിച്ചു, അയ്യേ കുഞ്ഞിൻ്റെ കയ്യിൽ എന്ത് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് കുഞ്ഞിനും പിന്നെ വെറുതെ സങ്കടമല്ല, കൊഞ്ചാണ് കേട്ടോ. കൈ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഇടാൻ പാടുമെന്നൊന്നും അറിയില്ല. എനിക്കൊന്നും അമ്മ ഇതുവരെ അത്, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്താണേലും അമ്മ കൊള്ളില്ല കേട്ടോ. കൈക്ക് കേടാതൊക്കെ എന്തായാലും കെമിക്കലൊക്കെ ആയിരിക്കും, കൈ നാശമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് വന്നിട്ടില്ല. പക്ഷെ കുഞ്ഞിങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത്, നമുക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും, എനിക്ക് പണ്ടമ്മ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ കുഞ്ഞിനത് ഇട്ട് കൊടുത്തു കേട്ടോ. ആൾക്ക് കൈക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ തുടയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കൈ നീറി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആൾ പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു തുടച്ചപ്പോൾ ഒരു ചൂട് വന്നതിൻ്റെ ആയിരിക്കും നീറിയെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞങ്ങളിതാ പോയിട്ട് വന്നു കേട്ടോ. നല്ല വഴക്കായിരുന്നു കുഞ്ഞ്, എവിടെ നിന്ന് അങ്ങ് തല്ല വരെ ഓരോ സാധനങ്ങൾ വേണമെന്നും പറഞ്ഞിട്ട് വഴക്കായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ പിന്നെ അധികം നേരം ഒന്നും നിന്നില്ല, കുറച്ച് നേരം നിന്ന് പിന്നെ മാമൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. എന്താ എല്ലാത്തിനും വഴക്കുണ്ടാക്കി ലാസ്റ്റ് കുറേ നേരം അത് വേണം നമ്മളിങ്ങനെ പറയും, അച്ഛനടുത്ത് പൈസ ഇല്ല, അച്ഛ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അച്ഛനെ കടക്കാർ തല്ലെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം ഉണ്ടായിരിക്കും, വീണ്ടും ആ കാര്യം മറന്നു പോകും, വീണ്ടും വന്നിട്ട് വഴക്കുണ്ടാക്കും. കുറേ നേരം വഴക്കുണ്ടാക്കി. എന്തോ നല്ല തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്, നല്ല തണുപ്പാ. അപ്പം ഞങ്ങളിതാ ചോറ് കഴിക്കാനായിട്ട് വന്നിരിക്കാം. എന്താ വെച്ചാൽ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് വന്നേക്കാം. ചോറും സാമ്പാറും ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതൊക്കെയാണ് കേട്ടോ. ഏറെമാടത്തിൽ കയറി വന്നു. ഇല്ല, നല്ല തണുപ്പുണ്ടെന്ന്. അതിൽ കൂടെ നടന്നപ്പോൾ തണുപ്പ് അറിഞ്ഞതേ ഇല്ല കേട്ടോ. നടന്ന് ഭയങ്കര തിരക്കും, ഭയങ്കര തിരക്കായിരുന്നില്ലേ. ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു കടയിൽ കയറാൻ കൂടി പറ്റില്ല, അത്ര തിരക്ക്. ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല ശരിക്കും. പോണവരും വരുന്നവരൊക്കെ വരാൻ ഒറ്റ വഴിയുള്ളൂ, റോഡ്. അതുകൊണ്ടെന്ന് തോന്നുന്നു ഇത്ര തിരക്ക്. ഇവിടെ വേറെ അട്ടപ്പാടിയിൽ മെയിനായിട്ടുള്ളൊരു ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ശിവരാത്രിയാണ്. പക്ഷെ അതെന്ന് പറയുമ്പോൾ കുറേ സ്ഥലമുണ്ട്, പുഴയിലോട്ട് പോകണ വഴിയുണ്ട്. അപ്പം അങ്ങനെ പല ഭാഗത്തു കൂടെ പോകുമ്പോൾ ഇത്ര തിരക്ക് അങ്ങോട്ട് അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഇത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങളിനി കഴിച്ചിട്ട് കിടക്കാൻ പോവാം അല്ലേ. എന്തൊക്കെ വാങ്ങി പറ, എന്താ വാങ്ങിയേ? എനിക്കെന്താ വാങ്ങി തന്നേ? നിനക്ക് പൊരി. എനിക്ക് പോരി, ശരി. കുഞ്ഞപ്പനോ? കുഞ്ഞിന് പച്ചക്കറികൾ എന്തൊക്കെയോ കളിക്കാനുള്ള അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി, മുറിക്കണ പച്ചക്കറി കറി വെക്കാനുള്ളത് അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാലയൊന്നും വാങ്ങിയിട്ടില്ല, 2-3 ക്ലിപ്പ് വാങ്ങി. പിന്നെന്താ വാങ്ങിയേ? കുറച്ചു പിന്നെ എന്തൊക്കെയോ കഴിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിയില്ല കേട്ടോ. വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കടയിലൊന്നും കയറി നടക്കണ കാര്യമായിരുന്നില്ല. പോയി ചോറ് കഴിക്കടാ പന്ന. ചോറ് വെച്ചോ? കുഞ്ഞ് താഴ്ന്ന് കഴിച്ച അമ്മയുടെ കൂടെ കഴിച്ചു. കേക്കോ? കേക്ക് എന്താ മുറിച്ചേ? അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കുഞ്ഞു വർത്താനം.